ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം അതീവ രൂക്ഷമായി തുടരുന്നതിനിടെ മരണസംഖ്യ ഉയരുന്നതായി റിപ്പോർട്ടുകൾ. രാജ്യത്ത് വ്യാപകമായ അക്രമവും മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്താൽ ആയിരക്കണക്കിന് വധശിക്ഷകൾ ഇറാൻ നിർത്തിവച്ചതായി US അറിയിച്ചു. ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ ട്രംപ് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നുള്ള പ്രതിനിധികൾ വധശിക്ഷകൾ നിർത്തിവെക്കുമെന്ന് ഉറപ്പ് നൽകിയതായി ട്രംപ് അറിയിച്ചു. അതേസമയം പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്നത് തുടർന്നാൽ ഇറാനിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ലിവിറ്റ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം ട്രംപിനെ വിളിച്ച് അറിയിച്ചിരുന്നു പ്രക്ഷോഭം അതീവ സങ്കീർണാവസ്ഥയിൽ എത്തിക്കരുത് എന്നൊരു കാര്യം. ഇറാനിലെ നിലവിലെ സാഹചര്യം ട്രംപ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയെ ചാരമാക്കുമെന്ന് ഭയപ്പെടുത്തിയ US ഇറാൻ നേരിട്ടുള്ള യുദ്ധഭീഷണിക്ക് താൽക്കാലിക ശമനമായെങ്കിലും ഇറാന്റെ ഉൾനാടുകളിൽ നിന്ന് പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന വാർത്തകളാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ മനംമാറ്റവും സൈനിക പിന്മാറ്റവും ആശ്വാസമേകുമ്പോൾ മറുവശത്ത് സ്വന്തം ജനതയ്ക്ക് നേരെ ഇറാൻ ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലുകൾ സമാനതകളില്ലാതെ ക്രൂരമായി മാറുകയാണ്. ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങിയ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിലേക്ക് മടങ്ങിയതോടെ മേഖലയിലെ യുദ്ധപ്പേടിക്ക് താൽക്കാലിക അന്ത്യമായി. വധശിക്ഷകൾ നടപ്പിലാക്കില്ലെന്ന് ഇറാൻ നൽകിയ രഹസ്യ ഉറപ്പിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പിന്മാറ്റം. കൊലപാതകം നിർത്തിയെന്ന വാർത്ത സന്തോഷകരമാണ് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്.